നമസ്തേ. പ്രവാസ ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായെത്തുന്ന നമസ്തേ അറിവിടെ പുതിയ അധ്യായം ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പോരാട്ടവീര്യത്തിൻ്റെ സ്മരണ പുതുക്കിയാണ് വർഷാവർഷം പൊന്നത്തങ്കം കേരളത്തിൽ അരങ്ങേറാറ്. തച്ചോളി ഒതേനും കതിരൂർ ഗുരുക്കളും അംഗം വെട്ടിയ പൊന്നും ഏഴരക്കണ്ണം കളരിയെ അത്ഭുതപ്പെടുത്തി ദുബായിൽ നിന്നെത്തിയ സംഘം. VKM കളരിയിൽ 24 സംഘമാണ് ആയോധന കലയുടെ കരുത്തും മെയ്യഭ്യാസത്തിൻ്റെ സൗന്ദര്യവും കാഴ്ചവെച്ചത്. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ സവിശേഷമായി ഇടം നേടിയിരിക്കുകയാണ് പൊന്നത്തങ്കം. സിരകളെ ചൂടുപിടിപ്പിക്കുന്ന കളരി അഭ്യാസങ്ങൾ കൊണ്ടും വായ്ത്താരി കൊണ്ടും വാൾത്തൽപ്പിൻ്റെ ഉറുമിയുടെ ശീൽക്കാരങ്ങൾ കൊണ്ടും മുഖരിതമായിരുന്നു ഏഴരക്കണ്ടം. കളരി പാരമ്പര്യത്തിൻ്റെ കതിരൂർ പെരുമ കടൽ കടന്ന് കുതിക്കുകയാണ് പൊന്നത്തങ്കത്തിലൂടെ. ദുബായിൽ നിന്ന് ഒരു സംഘം പൊന്നത്തങ്കത്തിനെത്തി മെയ്യഭ്യാസത്തിൻ്റെ സൗന്ദര്യവും ആയോധനകലയുടെ വിസ്മയം കാഴ്ചവെച്ചു. ശരിക്കും ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് പൊന്നത്തങ്കത്തിന് പോകുന്നത്. മുന്നേ ഇതിനെക്കുറിച്ച് അറിയായിരുന്നു, പക്ഷേ ഇവിടുന്ന് പോകാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ കൊണ്ട് ഇവിടുന്ന് പോകാനുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നമ്മളുടെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസും എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു പോവുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫോക്കൽ അക്കാദമി അവരായിട്ട് സംസാരിച്ചു. ഒപ്പം നമ്മൾ പത്മശ്രീ മീനാക്ഷി അമ്മയാണ് ഇതിനു വേണ്ടി നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ ഉൾപ്പെടുന്ന VKM കളരിയിലെ 24 സംഘമാണ് ദുബായിൽ നിന്നെത്തി ശ്രദ്ധ നേടിയത്. മണികണ്ഠൻ ഗുരുക്കളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച പ്രകടനം ശക്തിയും വേഗവും ഒത്തുചേർന്നതായിരുന്നു. നമ്മൾ 24 പേരാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്, ദുബായിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ കളരി ബന്ധനം, അതുപോലെ തന്നെ കെട്ടുകാരിപ്പായിട്ട്, ഉറുമിപ്പായിട്ട്, 3 വാളുകൾ, വാളും പരിച, കുന്തപ്പായിട്ട്, മറപിടിച്ച കുന്തം, അങ്ങനെ ഈ വക നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കളരിയുടെ മാറ്റൊട്ടം കുറയാതെ താളം തെറ്റിക്കാതെ കാഹളം മുഴക്കിക്കൊണ്ട് സംഘം വേദിയിൽ നിറഞ്ഞാടി. ശരിക്കും നമ്മൾ പോയി ചെയ്യുന്ന ഒരു സ്ഥലം കളരിയുടെ ഈറ്റിലെന്നൊക്കെ പറയാം. അത്രയും വലിയൊരു സ്ഥലത്ത് നമ്മൾ ചെന്ന് കളരിപ്പറ്റി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമായിരുന്നു. കാരണം പ്രവാസ ജീവിതത്തിൽ നമ്മൾക്കിത് ചെയ്യാൻ പറ്റുമ്പോൾ, അതായത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വളരെ ചുരുങ്ങിയ സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും നല്ല പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കണം നമ്മൾക്ക്. അതും കളരി അറിയാവുന്ന ആളുകളുടെ മുന്നിലാണ് നമ്മളത് കാഴ്ചവെക്കേണ്ടത്. ആ ഒരു സമയം അത് കാഴ്ചവെച്ച് ആ ആളുകളിൽ നിന്നുള്ള പ്രതികരണം, അത്രയും നല്ല പ്രോഗ്രാം എന്നുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയപ്പോൾ സന്തോഷം ഭയങ്കരമായിരുന്നു. ആരെയും വിസ്മിപ്പിക്കുന്ന കളരി ചുവടും അഭ്യാസവുമായി ഉദ്യോഗജനമായ നിമിഷങ്ങളാണ് ഇവർ സമ്മാനിച്ചത്. പൊന്നത്തങ്കം ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ നാളായിട്ട് ഇങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ പെർഫോം ചെയ്യാനൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഇവിടുന്ന് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവിടെ എത്തിയപ്പം. കാരണം ഒരുപാട് പേര് കളരി അറിയുന്ന ഒരുപാട് കളരി കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു. കതിരൂർ ഗുരുക്കളുടെയും തച്ചോളി ഒതേൻ്റെയും വീരസ്മരണകൾ ഉറങ്ങുന്ന പൊന്നിൻ ഗ്രാമത്തിലെ പ്രകടനം മറക്കാനാവില്ലെന്നാണ് കളരി അഭ്യാസികൾ പറയുന്നത്. നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ആ പൊന്നത്തിൻ്റെ അങ്കത്തട്ടിലൊന്ന് പെർഫോം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സാറിൻ്റെ കീഴിൽ അത് സാധിക്കാൻ സാധിച്ചു. മണികണ്ഠൻ ഗുരുക്കളുടെ കീഴിൽ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചു. ഏതൊരു കളിക്കാരനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ആ അങ്കത്തട്ടിലൊന്ന്
എത്തിച്ചേർന്ന് അവിടെ നിന്ന് പയറ്റുക എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ എത്തിച്ചേർന്ന് പയറ്റിയത് എന്നുള്ളത്. മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിലാണ് സംഘം അങ്കത്തട്ടിലേക്ക് കച്ചമുറുക്കി എത്തിയത്. ഞാൻ കളരി ഒരു 8-9 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് മോർണിംഗിൽ ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നമ്മൾ ഇതിൽ പെർഫോം ചെയ്യുന്ന എല്ലാവരും വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഉറുമി പയറ്റാണ് ചെയ്തത്. മൂന്ന് പേര് അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് അത് ബ്ലോക്ക് ചെയ്യുന്ന അങ്ങനെ ചെയ്തത്. പ്രവാസികൾക്കിടയിൽ കളരി പഠനം സാധാരണമാവുകയാണ്. കളരിയെക്കുറിച്ചും അത് നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങളെക്കുറിച്ചും മാനസികമായി എത്രത്തോളം കളരി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും അവർ തന്നെ പറയും. ഞാനൊരു 2 മക്കളുടെ അമ്മയാണ്. 2 C-സെക്ഷൻ കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ബേസിക്കലി നമ്മുടെ ബോഡി മെൻ്റലി ആൻഡ് ഫിസിക്കലി ഗോ ത്രൂ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് പോസ്റ്റ് ഡെലിവറി. നമ്മൾ ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും ഒരുപാട് വീക്ക് ആവാറുണ്ട്. അപ്പോൾ കളരി പഠിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ഒബ്വിയസ്ലി ഫിസിക്കൽ സ്ട്രെങ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ മെൻ്റൽ സ്ട്രെങ്ത്, ഭയങ്കര ഒരു ധൈര്യം. അതിപ്പോൾ ആരെങ്കിലും ഉപദ്രവിക്കാമെന്ന് അയാൾ അടിച്ചിടാൻ പറ്റും അങ്ങനെ ഒരു രീതിക്കല്ല പറയുന്നത്. പൊതുവേ ഒരു ലൈഫിലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ടാണെങ്കിലും ഒരു കറേജ് വന്നിട്ടുണ്ട്. സ്ട്രെസ്സിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ വന്ന് കുറേ കളിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോൾ അതൊരു മൈൽ സ്റ്റോൺ പോലെയാണ്. അപ്പോൾ ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റി, ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആസ് എ വുമൺ എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് തോന്നുന്നത്. കേരളത്തിന് തനത് ആയോധനകലയായ കളരിപ്പയറ്റ് എന്ന മഹത്തായ കല പഠിക്കാൻ നിരവധി പ്രവാസികളാണ് മുന്നോട്ട് വരുന്നത്. പരിശീലനത്തിൽ പാരമ്പര്യത്തനിമയും ഉറച്ച ചുവടുകളും പിഴയ്ക്കാത്ത അഭ്യാസമുറകളുമായി ഇവർ ഏവർക്കും മാതൃകയാവുകയാണ്. ലോകസഞ്ചാരികൾ പലരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കേവലം ഒരു സൈക്കിളിൽ ലോകം ചുറ്റി അപൂർവ ചരിത്രം എഴുതുകയാണ് എറണാകുളം അമ്പലമേട് സ്വദേശിയായ അരുൺ തഥാഗത്. പാരീസിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അരുൺ ദുബായിലുമെത്തി. 2024 പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് അരുണിൻ്റെ യാത്ര തുടങ്ങിയത്. 20 മാസത്തെ യാത്രക്കിടയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും അരുൺ പിന്നിട്ട് കഴിഞ്ഞു. ലോകം ചുറ്റിയടിക്കാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ പണച്ചിലവും കാര്യങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ പലരും ഒന്ന് പുറകിലേക്ക് നിൽക്കും. ചരിത്രം കുറിക്കുന്ന ഒരു സൈക്കിൾ യാത്രയിലാണ് അരുൺ തഥാഗത്. പാരീസ് ഒളിമ്പിക്സ് കൊടിയേറിയ ദിവസം പാരീസിൽ നിന്നും കൊച്ചിയിലേക്ക് തിരിച്ച് യാത്ര UAE-യിലെത്തി നിൽക്കുകയാണ്. ലോകസഞ്ചാരത്തിന് ഒളിമ്പിക്സ് തിരഞ്ഞെടുത്തത് തന്നെ ലോകം പാരീസിൽ ഒത്തുചേരുന്നതിനാലാണ്. സൈക്കിളിൽ ലോകം ചുറ്റി വ്യത്യസ്ത സംസ്കാരവും ജീവിത രീതികളുമുള്ള മനുഷ്യരിലേക്കും ഗ്രാമങ്ങളിലേക്ക് നേരിട്ടിറങ്ങുകയാണ് അരുണിൻ്റെ ലക്ഷ്യം. ഞാൻ 2024 ജൂലൈയിൽ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ്. അങ്ങനെ അത് യൂറോപ്പ് ഏതാണ്ട് മുഴുവനും കറങ്ങി അങ്ങനെ ഇപ്പോൾ GCC-യിൽ അവസാന രാജ്യത്ത് എത്തിയിരിക്കുന്നു. അരുണിൻ്റെ 3ാമത് ലോകയാത്രയാണ് ഇത്തവണത്തേത്. ഈ യാത്രയിൽ 40 രാജ്യങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതിനായി എടുത്തത് 19 മാസങ്ങളാണ്. ഇത്തവണ ഒരു 40ഓളം രാജ്യങ്ങളുണ്ട്. ഞാൻ മൊത്തം 60. ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ ലോകയാത്രയാണ്. ഇതിനു മുമ്പ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൂടെ ഒരിക്കൽ നടത്തിയിരുന്നു. പിന്നെ ഇന്ത്യൻ നേപ്പാളിലേക്ക് നടത്തിയിരുന്നു. പിന്നെ ഇതിപ്പോൾ 3ാമത്തെയാണ്. ഇത്തവണ 1.5 കൊല്ലം, ഇതിനു മുമ്പ് നടത്തിയത് 1 കൊല്ലം ഉണ്ടായിരുന്നു. ഈ വർഷം ജൂലൈയോടെ കേരളത്തിലെത്താനാണ് പദ്ധതി. അതിന് പിന്നിടേണ്ടത് സൗദി, കസാക്കിസ്ഥാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളും.
അറിയില്ല, ഒരു പക്ഷേ ജൂലൈ ഓഗസ്റ്റിലേക്ക് എത്തുമായിരിക്കാം ഈ വർഷം. എനിക്ക് പോകാനുള്ളത് സൗദി, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ വഴിയാണ്. പക്ഷേ അവിടേക്ക് ഇപ്പോൾ ഐസാണ്. ഏപ്രിൽ വരെ അവിടെ ഒന്നും നീങ്ങാൻ പറ്റില്ല. നേപ്പാൾ വഴി ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഏപ്രിൽ വരെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിന്ന് സമയം ഇതേ പറ്റിയുള്ളൂ. ഒരു പ്ലാനുമില്ലാതെയാണ് അരുണിൻ്റെ യാത്ര. കയ്യിലുള്ളത് ഒരു സൈക്കിളും കുറച്ചധികം ആത്മവിശ്വാസവും. യൂറോപ്യൻ യൂണിയൻ്റെ 2 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ ലഭിച്ചതും സഹായകമായി. ആക്ച്വലി ഞാൻ നോ പ്ലാനിങ് ഈസ് മൈ പ്ലാനിങ്. അങ്ങോട്ട് കാറ്റ് തന്നെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുക. അത് തന്നെയാണ് സത്യവും. പിന്നെ എന്നാലും നമുക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ഇതുണ്ട്. എനിക്ക് ഭാഗ്യത്തിന് യൂറോപ്പിലെ ഷെങ്കൻ വീസ ഒരു നീണ്ട കാലത്തേക്ക് കിട്ടി. അതുള്ളതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുറച്ചുകൂടി പ്രവേശനം എളുപ്പമായി. അമേരിക്കൻ നിർമ്മിതമായ സർലി ഡിസ്ക് ട്രക്കർ സൈക്കിളിലാണ് അരുണിൻ്റെ ലോകസഞ്ചാരം. എൻ്റേത് സർലി ഡിസ്ക് ട്രക്കർ എന്ന് പറയും. അത് ഈ നീണ്ട യാത്രകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നിർമ്മിച്ചേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് കുറേ ബാഗുകളെല്ലാം മൗണ്ട് ചെയ്ത് അങ്ങനെ ഭയങ്കര സ്പീഡിന് പോകാൻ പറ്റില്ല, സാവധാനം, പക്ഷേ അത്രയും ബാഗുകളെല്ലാമായിട്ട് നീങ്ങാൻ പറ്റും. സൈക്കിളിൽ ഒരു ടെൻറ്റും അത്യാവശ്യ വസ്ത്രങ്ങളും മാത്രമായാണ് യാത്ര. മനുഷ്യജീവിതത്തെ നേരിട്ടറിയുകയാണ് അരുൺ. അവരുടെ കൂടെ ജീവിച്ച് അറിഞ്ഞ് യാത്ര ചെയ്യുന്ന മാതൃകയാണ്. താമസം തെരുവുകളിൽ, വീടുകളിൽ, ചിലരൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ ഹോസ്റ്റലുകളിൽ, പുഴയോരത്ത്, കടൽ തീരത്ത്, കാട്ടിൽ, റോഡിൻ്റെ സൈഡിൽ ഒക്കെ ഉണ്ടായിരുന്നു. മലയുടെ മുകളിൽ, രാജ്യങ്ങളില്ലാത്തടുത്ത് 2 രാജ്യങ്ങളുടെ അതിർത്തിയിൽ കിടന്നുറങ്ങി. ചെക്ക് പോസ്റ്റിൽ 2 രാജ്യങ്ങളെ ചെക്ക് പോസ്റ്റിൽ കിടന്നുറങ്ങി. രാജ്യങ്ങളില്ലാത്ത സ്ഥലത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര രസകരമാണ്. അതാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. ഇത്തരം അനുഭവങ്ങളാണ്. ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പോയതിലല്ലേ ഞാൻ പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റുകൾ സന്ദർശിച്ചേക്കുന്ന ആളാനായിട്ട്. സൂപ്പർ മാർക്കറ്റിൽ ചെല്ലും, അന്നേരം കിട്ടണ എന്തെങ്കിലുമൊക്കെ മേടിക്കും. അപ്പോൾ തന്നെ കിട്ടണ എന്തെങ്കിലും മിൽക്ക് വെച്ചിട്ട് ഒപ്പിക്കും. ലോൺ എടുത്താണ് സഞ്ചാരം. ഇതോടൊപ്പം സ്പോൺസർമാരുടെ സഹായത്തോടൊപ്പം സ്വന്തം സമ്പാദ്യം യാത്രയ്ക്കായി അരുൺ മാറ്റിവെക്കുന്നു. ആളുകൾ നമ്മളൊക്കെ ലോൺ എടുത്ത് വീട് വയ്ക്കും, ലോൺ എടുത്ത് വലിയ കാറ് മേടിക്കും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ലോൺ എടുത്ത് യാത്രകൾ പോകാമെന്ന് കരുതി. അങ്ങനെ ലോൺ എടുത്താണ് യാത്രകൾ. പിന്നെ എന്നെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ സഹായിച്ചൊക്കെ ചെറിയ ഇതിൽ അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. പലരും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത, ഇപ്പോൾ ദുബായിൽ തന്നെയുള്ള ഒരാൾ എന്നെ വലിയൊരു തുക പലവട്ടമായിട്ട് തന്നു. എനിക്കൊരു ക്യാമറ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബൈക്കിലും കാറിലും സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ലോകമല്ല സൈക്കിൾ സവാരി സമ്മാനിക്കുന്നതെന്ന് അരുൺ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതോടൊപ്പം പ്രകൃതിയെ ഒട്ടും ദോഷമായി ബാധിക്കാത്ത ഏക സഞ്ചാരമാർഗം സൈക്കിൾ മാത്രമായതുകൊണ്ടാണ് യാത്രയ്ക്കായി സൈക്കിൾ തിരഞ്ഞെടുത്തതെന്ന് ഈ സഞ്ചാരി പറയുന്നു. വണ്ടി ഞാനിപ്പോൾ ഇതിനു മുമ്പ് ബാക്ക് പാക്കറായിട്ട് ഇന്ത്യ മുഴുവനും ഒരു 5.5 കൊല്ലം കറങ്ങി. ഇന്ത്യ മുഴുവനും. എനിക്ക് തന്നെ അവിടുത്തെ 1-2 പേര് കൂടുതൽ ആരെയും അറിയുമല്ലോ. അവരുമായിട്ട് പോലും കണക്ഷനില്ല. കാരണം നമ്മൾ കടന്നു പോകുന്ന ഒരു ഡ്രൈവറോ ഒരു ടൂറിസ്റ്റ് ഗൈഡോ അതിനപ്പുറം ഇതാകുമ്പോൾ നിങ്ങൾ കാണുകയും നിങ്ങളെ കാണുകയും ചെയ്യും. നമ്മൾ കാണും, നമ്മളെയും കാണും. ഇതിങ്ങനെ വന്നെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തന്നെ ഒരു കൗതുകം കാണും. ഈ ബാഗും എല്ലാമായിട്ട് വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഒന്ന് പരിചയപ്പെടണമല്ലോ എന്നുള്ളത്. നമുക്ക് അങ്ങനെ തന്നെ ഒരു സ്വാഗതം ചെയ്യപ്പെടുന്നു. പിന്നെ അതിർത്തികളെ ഇല്ലാണ്ടാവുന്നു. ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി വരുമല്ലോ, ഇത് ആരാണ് എന്താണെന്ന് അറിയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഒരു പുഞ്ചിരി, ഞാനിപ്പോഴും പറയുന്ന വാക്ക്, പുഞ്ചിരിക്ക് അതിർത്തികളില്ല. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗമായിട്ട് ഇതിനെ കണ്ടു. പിന്നെ പ്രകൃതിയോടെ ഏറ്റവും ഇണങ്ങി നിൽക്കുന്നത് നമ്മൾ പരമാവധി പ്രകൃതിക്ക് മേലെ ആഘാതം കുറച്ചുകൊണ്ട് യാത്രകൾ ഇത്രയും രാജ്യങ്ങൾ കറങ്ങാൻ ഈ കുഞ്ഞു സാധനം മതി. ഇത്രയും ഉള്ളൊരു പുഞ്ചിരി. ഈ യാത്ര മറക്കാനാവാത്ത നിരവധി അനുഭവങ്ങളാണ് അരുണിന് സമ്മാനിച്ചത്. ഞാൻ സെർബിയയിലൂടെ പോവുകയാണ്. അപ്പോൾ ഒരു പയ്യൻ, സ്കൂൾ കുട്ടിയാണ്, 13 വയസ്സുള്ള തിയോ എന്ന് പറഞ്ഞൊരു കുട്ടി. അവൻ എന്നെ കണ്ടിട്ട് വന്നു. ഇത് കഴിഞ്ഞപ്പോൾ എന്നോടൊപ്പം ഒരു 5 കിലോമീറ്ററോളം, അവൻ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന മറ്റാണ്. അപ്പോൾ എന്നോടൊപ്പം ഒരു 5 കിലോമീറ്ററോളം ചവിട്ടി. അതിനിടയ്ക്ക് മഴ പെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ജാക്കറ്റൊക്കെ ഉണ്ട്. അവനാ മഴയും നനഞ്ഞ് തന്നെ ചവിട്ടി. അപ്പോൾ എനിക്ക് വിഷമമായി. ഒരു കൊച്ചുകുട്ടി എന്നോടൊപ്പം മഴ നനഞ്ഞ് ചവിട്ടുക എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ അവൻ പോകുന്നില്ല. അവൻ വന്നുകൊണ്ടിരിക്കുന്നു, നന്നായി ഇംഗ്ലീഷ് പറയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് ഇരിഞ്ഞ് അവൻ്റെ അമ്മയുടെ വീട്ടിൽ അങ്ങനെ എന്താണ് അവൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. ഞാൻ വേറെ വഴിയിലേക്ക്, അവൻ എന്നോട് വഴി കാണിച്ചു തന്നു, ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ് വേറെ രാജ്യത്തേക്കാണ് അതിൽ പോകുന്നത്. അവൻ പോകാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ കയ്യിലേക്ക് ഒരു സാധനം കുഴിച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു നമ്മളുടെ ഇന്ത്യൻ രൂപ 1000 രൂപയ്ക്ക് സമാനമായിട്ടുള്ള അവരുടെ ഒറ്റ കറൻസിയാണ്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഈ യാത്ര ഇങ്ങനെയാണ്, അതിനെ എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട്. അപ്പം ഞാൻ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ അസറ്റായിട്ട് ഞാൻ ഇപ്പോഴും ആ പൈസ സൂക്ഷിച്ചു വെച്ചു. എപ്പോഴും യാത്ര ചെയ്യുക, അതും സ്വന്തം സൈക്കിളിൽ ലോകം ചുറ്റുക എന്നത് തന്നെയാണ് അരുണിൻ്റെ സ്വപ്നം.
ഒരിക്കലും യാത്രകൾ അവസാനിക്കുന്നില്ല, മരണം വരെ. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ പോലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഭൂമി എന്ന് പറയുന്ന ഒരു വലിയ വണ്ടിയിൽ നമ്മൾ മണിക്കൂറിൽ 1600 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ആ ഭൂമി സൂര്യന് ചുറ്റും അതേ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മളുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തത് ഇനി ഞാൻ സൗത്ത് അമേരിക്ക ടു നോർത്ത് അമേരിക്ക ഉണ്ടാവും, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇത് സാധിക്കുന്നിടത്തോളം കാലം ആളുകളെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ഒരു സൈക്കിളുണ്ടെങ്കിൽ ലോകം ചുറ്റാമെന്ന് നമ്മളെ പഠിപ്പിച്ച് അരുൺ തഥാഗതൻ്റെ യാത്ര തുടരുകയാണ്. ഇന്ന് ഭൂമി പലതരത്തിൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യജീവിതത്തിന് നിലനിൽപ്പിനായി നന്നായി ഭൂമി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുകയാണ് ദുബായിൽ പ്രവാസിയായ ഡോക്ടർ ശാംഭവി രാജഗോപാൽ. ഡോക്ടർ ശാംഭവി രാജഗോപാലും പ്ലാനറ്റ് ടുമാറോ എന്ന കൂട്ടായ്മയും മനുഷ്യൻ പ്രകൃതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം കുറയ്ക്കാനുള്ള കഠിനമായ ജൂണിൽ ഞാൻ എൻ്റെ ടൈലർ കടയ്ക്ക് പോയി. ഞാനിവിടെ വന്നിട്ട് 35 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു 20 വർഷമായിട്ട് അവർ എൻ്റെ ടൈലറായിരുന്നു. ഞാൻ പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടൈലർ കടയിൽ അവർ ഇങ്ങനെ ഒരു വലിയ ബാഗ് എടുത്തിട്ട് കടേൻ്റെ പുറത്ത് പോകാനുള്ള ഇതിലായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു ഇതിലെന്തുവാ ജസ്റ്റ്. അപ്പോൾ പറഞ്ഞു ഇത് തുണിയാണ്, ബാക്കി തുണിയാണ്. എന്ത് പറഞ്ഞു എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല കളയാൻ പോവാണ്. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് എവിടെയാണ്? ഓപ്പോസിറ്റിൽ ഈ നമ്മുടെ ഗാർബേജ് ഡമ്പുണ്ട്, അതിൽ കളയാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് കളയുന്നത്, ഇപ്പോൾ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു എന്നോട്. പിന്നെ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ്, ഒന്നും വേണ്ട. പക്ഷെ അന്ന് എനിക്ക് ഈ ചിന്ത തുടങ്ങി, ഓക്കെ ഇത് ഇപ്പം നമ്മുടെ ഈ ഫുഡ് മാത്രമല്ല, ഇതും കൂടി ലാൻഡ് ഫിൽ, അവിടെ ഗാർബേജിനാണ് ലാൻഡ് ഫില്ലല്ലേ പോകാറുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഫ്രണ്ട് അവർക്ക് ഞാൻ ഒരു മെസ്സേജ് ഇങ്ങനെ വി വോണ്ട് ടു സേവ് ദ സ്ക്രാപ്പ്, ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ട് അവൾക്ക് അയച്ചിട്ട് അവൾ ബിൽഡിങ്ങിൽ അയച്ചു. അത് സെപ്റ്റംബർ 1st വീക്കായിരിക്കും. സോ ജസ്റ്റ് ഒരു റാൻഡം ഡേറ്റ് സെപ്റ്റംബർ 30th, ഓക്കെ ഒരു ബുധനാഴ്ച ആയിരുന്നു. നമുക്ക് 2 hours ചെയ്യാൻ അങ്ങനെ ആയിട്ടാണ് തുടങ്ങിയത്. ആ സെയിം മെസ്സേജ് ഞാൻ കുറേ ആൾക്കാർക്ക് എൻ്റെ ഫ്രണ്ട്സ്ക്ക് അയച്ചു, ഗ്രൂപ്പ്സിലേക്കല്ല ഫ്രണ്ട്സ് അയച്ചു. ഫ്രണ്ട്സിലേക്ക് അയച്ചപ്പോൾ അവിടെ പിന്നെ അത് വേറെ എവിടെയോ എത്തിയിട്ട് ദുബായിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് ആഗ്രഹമാണ്, എനിക്ക് സ്റ്റിച്ചിങ് അറിയാം, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാമോ? ഓക്കെ എന്നിട്ട് ഞാൻ ഒരു ദിവസം അവരെ കാണാൻ പോയി, അവരുടെ കൂടെ ഇരുന്നിട്ട് അവർക്ക് പഠിപ്പിച്ചു. യൂട്ടിലിറ്റി ഐറ്റംസ് ഉണ്ടാക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ സിപ്പ് വേണം, ബട്ടൺ വേണം, അതുപോലെ കുറേ സാധനങ്ങൾ വേണം. അതിനൊന്നും ഫണ്ടിങ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് ജസ്റ്റ് നമ്മളല്ലേ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു 10 സിപ്പ് വാങ്ങിക്കാം, 100, 1000 വാങ്ങിക്കാം, അതും കണ്ട്. പക്ഷേ നമ്മുടെ തുണിയുള്ള സമയം ഞാൻ സ്ക്രാപ്പ് വന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇത് നമുക്ക് മിനിമം എക്സ്പെൻസ്. സോ മോസ്റ്റ്ലി ഞങ്ങളുടെ മെഷീൻ യൂസ് ചെയ്യും. പിന്നെ ത്രെഡ് ഇത് മാത്രമാണ്. അഫ്കോഴ്സ് പിന്നെ കുറച്ച് സർവീസിങ് ആവശ്യം വരും, വൺസ് ഇൻ എ ഇയർ അങ്ങനെ സർവീസ്, ബട്ട് മിനിമം എക്സ്പെൻസാണ്. ആർക്കും അത് ബാധകമായിട്ട് തോന്നില്ല.
ഇതുപോലത്തെ ഷീറ്റ്സ് ബാഗ്സ് ആൻഡ് പിന്നെ ചെറിയ സ്ക്രാപ്പ്, ഇതുപോലത്തെ സ്ക്രാപ്പ് അല്ലേ, അതുപോലത്തെ സ്ക്രാപ്പ് ചെറിയ ഇതിൽ പില്ലോയിൽ ഇട്ടിട്ട് അതാണ്. Good because we can use these skills outside of this organization as well, and also I've always tried to help the environment since I was small. I had a passion for environment and I always liked being outdoors, so I feel like this would really help, and it feels good knowing that I'm contributing to saving our It feels fun because it's like a good opportunity to utilize the scrap that's going to landfill and to make it into utilities that people can use in their daily life. I really like this organization because I feel like it helps me learn a lot of new skills that I can use later in life, and it helps me utilize a lot of waste fabric and be more sustainable. മാലിന്യങ്ങളില്ലാത്ത സുസ്ഥിരമായ ഭൂമി എന്നതാണ് ഡോക്ടർ ശാംഭവി രാജഗോപാലിന്റെ സ്വപ്നം. ആ സ്വപ്നം നടപ്പാക്കാൻ വരും നാളുകളിലും തന്നെ കൊണ്ടാവുന്നത് ചെയ്യുമെന്ന് അവർ പറയുന്നു. സീറോ സ്ക്രാപ്പ് ആണെങ്കിൽ ബെസ്റ്റായിരിക്കും, പക്ഷെ അത് അത്ര എളുപ്പമൊന്നുമില്ല. നമ്മൾ തുണി ഇടുന്നവരെ അതൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അവെയർനെസ് ഉള്ളത്തോളം എനിക്കതൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരോട് പറഞ്ഞു തന്നിട്ട് അവർ കോൺഷ്യസ് ആയിരിക്കണം. അപ്പം ഞാൻ ആരോടും പറയില്ല നിങ്ങൾ വാങ്ങിക്കേണ്ട, പുതിയ തുണി വാങ്ങണ്ട, അതങ്ങനെ നമ്മൾ ഇത് രക്ഷിക്കണം, അത് പറ്റില്ല. നമുക്ക് നമ്മുടെ സെലിബ്രേഷൻസ് എല്ലാം പുതിയ തുണിയല്ല, ഓണവും വിഷുവും ബർത്ത്ഡേയും എല്ലാം നമുക്ക് പുതിയ തുണിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാനുള്ള ഉദ്ദേശമൊന്നുമില്ല. വാങ്ങുന്നത് കുറച്ചുകൂടി മൈൻഡ്ഫുള്ളായിരിക്കണം. പിന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ട് അത് മതി. ഓൾട്രേഷൻ ആണെങ്കിലും അതെന്താണ്, അത് എവിടെയാണ് പോകുന്നതെന്ന് അതൊന്നും അറിയണം. എനി മാറ്റർ കനോട്ട് ബി ലോസ്റ്റ് അല്ലേ. സോ അത് എവിടെയാണ് പോകുന്നത്, അതെന്താണ് ചെയ്യുന്നത് കുറച്ച് നമസ്തേ അറിവിടി എത്തിയവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം, ഇതേ ദിവസം ഇതേ സമയം.